AI ഉച്ചകോടിയിലെ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയഭാനു ചിബിനെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതിഷേധിച്ച കൂടുതൽ പ്രവർത്തകർക്കായി അന്വേഷണം തുടരുകയാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഉദയഭാനു ചിബിന്റെ അറസ്റ്റിൽ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. AI ഉച്ചകോടിക്കിടെയുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ അപലപിച്ച് 279 പേർ ഒപ്പിട്ട തുറന്ന കത്ത് ഇന്ന് പുറത്തുവന്നു. മുൻ നയതന്ത്ര പ്രതിനിധികളും കത്തിൽ ഒപ്പുവച്ചു. ഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷർട്ടൂരി പ്രതിഷേധിച്ചതിലാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയഭാനു ചിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 20 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അറസ്റ്റ്. പ്രതിഷേധത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഉദയഭാനു ചിബാണെന്നും രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിച്ചുവെന്നും ഡൽഹി പോലീസ് കോടതിയെ അറിയിച്ചു. 7 ദിവസത്തേക്ക് ഉദയഭാനു ചിബിനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുവെങ്കിലും 4 ദിവസത്തേക്ക് കോടതി കസ്റ്റഡി അനുവദിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തി. बिल्कुल हम इसकी जो है निंदा करते हैं। हम इसके खिलाफ मजबूती से NSY और यूथ कांग्रेस मिलकर लड़ाई लड़ेगी। आज जिस तरीके से हमारे नेताओं की गिरफ्तारी हो रही है बिल्कुल अलोकतांत्रिक है। कि शर्म आज के मौजूदा प्रधानमंत्री नरेंद्र मोदी जी को होनी चाहिए। वो कहते हैं हमारे साथी नंगे हैं पहले से ही और अभी क्यों नंगे. സമാധാനപരമായ പ്രതിഷേധം ജനാധിപത്യാവകാശമെന്നും പ്രതിഷേധിച്ചവരെക്കുറിച്ച് അഭിമാനമെന്നും രാഹുൽ ഗാന്ധി. ഉച്ചകോടിയിലെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാനുള്ള നീക്കമാണ് അറസ്റ്റിന് പിന്നിലെന്ന് ഷാഫി പറമ്പിൽ എംപിയും പ്രതികരിച്ചു. For a protest, they are hunting those youngsters. Like what British did to our people, then this government is doing the same. ഉച്ചകോടിയിൽ പ്രതിഷേധിച്ച 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ പേർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസുമായി സഹകരിച്ചാണെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.